കേരളത്തിലെ രാഷ്ട്രീയം, അതായത് നമ്മൾ കണ്ടതാണ് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട്, ചേലക്കര, വയനാട്. കോൺഗ്രസ് വലിയ വിജയമാണ് നേടിയത്. CPM ചേലക്കരയിൽ കടന്നുകൂടി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇതിനൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, പാലക്കാട് BJPക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ട്, ചേലക്കരയിൽ 2ാം സ്ഥാനം വരാനുള്ള സാധ്യതയുണ്ട്, വയനാട് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയും, അതേപോലെ അവിടെ 2ാം സ്ഥാനത്ത് BJP വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വലിയ രീതിയിൽ കൊട്ടിയാഘോഷിച്ചു ക്രൈസ്തവർ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, കേരളത്തിലെ ക്രൈസ്തവർ വോട്ടിംഗ് എന്ന് പറയുന്ന സംഭവം അവർ BJPയിലോട്ട് മാറി ചിന്തിക്കാൻ തുടങ്ങി, അവർ വോട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് വർഷങ്ങളായിട്ടുള്ള ട്രഡീഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി മാറിയ കേരളത്തിലെ ക്രൈസ്തവർ അവർ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പലരും അത് പുച്ഛിച്ച് തള്ളി. ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞ് ഇവർ പുച്ഛിച്ച് തള്ളി. ഇപ്പോൾ കണക്കെടുത്ത് നോക്കുമ്പോൾ പിടികിട്ടിയില്ല എവിടെയാണ് ഇത് പോയിരിക്കുന്നത്. അതായത് മനസ്സിലാക്കുക, കേരളത്തിലെ ക്രൈസ്തവർ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഘടകമാണ്. അവർക്കറിയാം ഇന്ത്യ കഴിഞ്ഞ 10-11 വർഷം കൊണ്ടുണ്ടായ മാറ്റം, 60 വർഷം കോൺഗ്രസ് ഭരിച്ചതും 11 വർഷം മോദി ഭരിച്ച മാറ്റം എന്താണെന്ന് ഒരു സാധാരണയായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അതിനേക്കാളും വലിയൊരു ഇഷ്യൂ ആയി മാറി. അതായത് ഇസ്ലാമിക ഭീകരത. അത് കേരളത്തിൽ അതിൻ്റെ സൂചനകൾ പലതും കണ്ടു തുടങ്ങി. മൊനമ്പം മാത്രമൊന്നുമല്ല ഇഷ്യൂ, മൊനമ്പം ഒരു ഇഷ്യൂ ആയി മാറി. അതിനകത്ത് കാത്തലിക് സഭ വളരെ ഓപ്പണായിട്ട് BJPയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ 2026 ഇലക്ഷനാണ് നിങ്ങൾ നോക്കേണ്ടത്. എവിടെ ഇത് ചെന്ന് നിൽക്കും. ഒരു കാരണവശാലും കോൺഗ്രസും ലീഗും പിന്താങ്ങുന്ന മുന്നണി കേരളത്തിൽ ഉണ്ടാവില്ല. മേക്ക് ഇറ്റ് ക്ലിയർ, ഉണ്ടാവില്ല. കാരണം കേരളത്തിലെ ക്രൈസ്തവർക്ക് വ്യക്തമായ ബോധം ഇപ്പോൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വന്നു തുടങ്ങി. കാരണം എങ്ങനെയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പോക്ക്, ഏത് രീതിയിലാണ് കേരളത്തിൽ വളർന്നു വരുന്ന ഇസ്ലാമിക ഭീകരത എത്രമാത്രമാണ് ഇവരെ തളർത്താനും അറ്റാക്ക് ചെയ്യാനും ശ്രമിക്കുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ചില കണക്കുകളൊക്കെ പറയാം. കേരളത്തിലെ ക്രൈസ്തവരുടെ എണ്ണം നിങ്ങൾക്ക് പറയുന്നത് 19%, 18%. അതിൽ വലിയൊരു വിഭാഗം ഉറപ്പായിട്ടും വിദേശ രാജ്യങ്ങളിലോട്ട് പോയി വീടുകളൊക്കെ അടച്ചിട്ടേക്കുകയാണ്. സത്യമാണ് ഈ കാര്യങ്ങളൊക്കെ. നിങ്ങൾ ധരിക്കുന്നുണ്ടോ കേരളത്തിലെ ക്രൈസ്തവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഈ 19 18 യു ആർ അബ്സല്യൂട്ട്ലി റോങ്. കേരളത്തിലെ വലിയൊരു വിഭാഗം ബാക്ക്വേർഡ് ക്ലാസ്, അതായത് പിന്നോക്ക വിഭാഗക്കാർ, അവർ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് ഇന്നോ ഇന്നലെ ഉണ്ടായ സംഭവമൊന്നുമല്ല. കേരളത്തിൽ എത്രമാത്രം ഇൻഡിപെൻഡൻറ്റ് ചർച്ച് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 2500 ഇൻഡിപെൻഡൻറ്റ് ചർച്ച് ഉണ്ട്, ഇവാഞ്ചലിക്കൽ ചർച്ച്. ഈ ചർച്ചിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ആര്? ഈ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരും പിന്നെ ഈഴവ കമ്മ്യൂണിറ്റി. നിങ്ങൾ കൊല്ലത്തോ അല്ലെങ്കിൽ കോട്ടയത്തോ ഈഴവ കമ്മ്യൂണിറ്റിയുടെ പഴയ ബ്ലോക്കുകൾ, അവർ സ്ഥിരമായിട്ട് CPMന് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ അവിടെയൊക്കെ ചെന്നൊരു ചെറിയ സർവേ നടത്തണം. അവിടെ എത്രമാത്രം ഇതുപോലെ ഹൗസ് ചർച്ച് അവിടെ ഉണ്ടെന്ന്. ഞെട്ടിക്കുന്ന കണക്ക്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് ഞാൻ ഒരിക്കൽ കോട്ടയത്ത് പോയപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ബിലീവേഴ്സ് എൻ്റെ കറക്റ്റായിട്ട്, കാരണം ഈഴവ കമ്മ്യൂണിറ്റിയുള്ളവർ അവർ പേര് മാറ്റിയിട്ടൊന്നുമില്ല, പക്ഷെ അവർ ഹാർഡ് കോർ ആയിട്ടുള്ള ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എടുക്കുക, നിങ്ങൾ പല പേരുകളും കണ്ടു കാണും. അയ്യപ്പൻകുട്ടി, അത് ഇത് ഇങ്ങനെയുള്ള പല പേരുകൾ കാണും. ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ഇനി ഇതിൻ്റെ പുറത്തോട്ടിറങ്ങി നോക്കണം. അതായത് പല പോക്കറ്റുകൾ. അതായത് നിങ്ങൾക്ക് ഈ ബേസിക്കലി ഇവർ പേരും അവരുടെ ജാതി ഒന്നും മാറ്റിയിട്ടില്ല. കാരണം അവർക്കെല്ലാം ഇതിൻ്റെ സ്കീംസ് എല്ലാം കിട്ടുന്നുണ്ട്. കാരണം അതിൻ്റെ അത് അർത്ഥവും ഇല്ല. പക്ഷേ ഇവർ കൺസോളിഡേറ്റ് ആയിട്ട് വലിയ ഗ്രൂപ്പായിട്ടങ്ങ് മാറി. നിങ്ങൾ മനസ്സിലാക്കുക, കേരളത്തിലെ കാത്തലിക്സിനേക്കാളും വലിയ ഗ്രൂപ്പാണ് ഈ കൺവേർട്ട് ചെയ്ത ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ്. കാരണം എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട നല്ല സർവേ കണക്കുകളുണ്ട് എൻ്റെ കയ്യിൽ.
കാരണം ഞാൻ സർവേ നടത്തിയത് എങ്ങനെയാണ്, കാരണം ഇന്ത്യയിലെ കൺവേർഷനെ പറ്റി ഒരു സർവേയുടെ പാർട്ടായിരുന്നു. അപ്പം അന്ന് എനിക്ക് മനസ്സിലായതാണ് കേരളത്തിൽ ഈ ബാക്ക്വേർഡ് ക്ലാസ്, അതായത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള ഇവരും, അതായത് ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ പല കേരളത്തിലെ പല മെജോറിറ്റി ആയിട്ടുള്ള ഈഴവ കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലങ്ങൾ പോയി നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അവർ പേരൊക്കെ അത് തന്നെയാണ്, പക്ഷെ അവർ സ്ട്രോങ് ആയിട്ടുള്ള ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആണ്. ഹാർഡ് കോറാണ് ഇവർ. ഇപ്പോൾ സിറിയൻ ക്രിസ്ത്യൻസ്, ഈ കാത്തലിക്സും ഓർത്തഡോക്സും മർത്തോമ റീത്ത് എന്ന് ഒരു ഹാർഡ് കോർ അല്ല. ഈ പറയുന്ന IPC ഹാർഡ് കോർ അല്ല. പക്ഷെ ഇവർ ഇൻഡിപെൻഡൻ്റായി ചർച്ച നടത്തുന്നവർ വളരെ ഹാർഡ് കോറാണ്. നിങ്ങളവരെ പറ്റി മനസ്സിലാക്കിയാലേ പിടികൂടും. അവർ പരസ്യമായിട്ട് പുറകിലൊന്നും പറയത്തൊന്നുമില്ല, പക്ഷേ ദേ ആർ ഇൻ ഹാർഡ് കോർ ബിലീഫ്സ്. അപ്പം ഇതിനകത്ത് കൺവേർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ സംഭവം ഇവരുടെ മദ്യപാനം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങ് മാറി, ഇവരുടെ ലൈഫ് സ്റ്റൈല് മാറി. നേരത്തെ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവർ, അതായത് ഈ കാത്തലിക്സിൽ നിന്ന് ഓർത്തഡോക്സ് ഒക്കെ വന്നവർ, അതായത് പെന്തക്കോസ്തുകാർ, ഈ കൂട്ടരെ കല്യാണം കഴിക്കാൻ തയ്യാറായത് പള്ളിയിലൊക്കെ കൂടി നടക്കും. പക്ഷെ കഴിഞ്ഞ 10-15 വർഷം കൊണ്ടുണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത്, ഈ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന അവരുടെ ഇൻഡിപെൻഡൻറ്റ് ചർച്ചിനകത്ത് ഈ അപ്പർ കാസ്റ്റ് എന്ന് സ്വയം പറയുന്ന സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ അവരുടെ മക്കളുമായിട്ട് ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ളവരെ കൺവേർട്ട് ചെയ്തവർ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്നു. ശരിക്കും അതവർക്ക് എൻകറേജ് കിട്ടി. മനസ്സിലാകുക, ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക പ്രശ്നമൊക്കെ മാറിക്കഴിഞ്ഞ് വീടും ഷെൽട്ടറും ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവന് സ്റ്റാറ്റസ് കോ ആണ് ഇഷ്യൂ. കാരണം അവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അവരുടെ കമ്മ്യൂണിറ്റിയിൽ കല്യാണം കഴിപ്പും സെല്ലുകളും ഒരു കമ്മ്യൂണിറ്റി സർവീസ് ആയി കഴിഞ്ഞപ്പോൾ ഇതിന് വീണ്ടും ഫാസ്റ്റായി മാറി. ഇപ്പം കോട്ടയത്തൊക്കെ ഉള്ള ഈ തങ്കു ബ്രദർ, ഈ എറണാകുളത്തുള്ള ഡാമിയൻ, അങ്ങനെ പലരുടെയും ചർച്ചകളുണ്ട്. അവിടെയൊക്കെ ഓരോ ആഴ്ചയിലും അവർ കൂടുന്നത് ഏകദേശം 3000-4000 പേരൊക്കെ വെച്ചാണ് പലയിടത്തും. ഇതിനകത്ത് നിങ്ങൾ പോയി നോക്ക്, എത്ര ശതമാനമാണ് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൺവേർട്ടായി. അതേപോലെ തന്നെ പലയിടത്തും മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ളവർ കൺവേർട്ട് ആവുന്നുണ്ട്. പലരും, പേരൊന്നും ഞാൻ പറയുന്നത്, പലരെ എനിക്കറിയാം. അപ്പം ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന 18-19 ഒന്നുമല്ല, ഇത് 26-27% മേളിലോട്ട് കയറി അങ്ങ് പോയി. അപ്പം ഈ ഒരു ഫ്ലോ പോവുകയാണെങ്കിൽ, അതായത് ന്യൂ ജനറേഷൻ ചർച്ച് എന്നാണ് പറയുന്നത്. മനസ്സിലാക്കുക, 2500 മുകളിൽ ന്യൂ ജനറേഷൻ ചർച്ച് രജിസ്റ്റർ ചെയ്യാത്ത ചർച്ചുകളുണ്ട് കേരളത്തിൽ. ഇവരൊക്കെ നല്ല രീതിയിലാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നത്. ഫാമിലിയൊക്കെ രക്ഷപ്പെട്ടു. ഇത് അമേരിക്കയിൽ നിന്ന് പണം വന്നിട്ടൊന്നുമല്ല. കാരണം പിന്നെ മനസ്സിലാവില്ല, ഇപ്പം അങ്ങോട്ട് വന്നു കഴിയുമ്പം ഇവരുടെ ലൈഫിനകത്ത് വലിയ മാറ്റം ഉണ്ടാകും. ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ കയറി BJPക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് ഞാൻ കണ്ടത് മുനമ്പ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട. കാരണം അതിന് ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം പല ആൾക്കാരും ഞാനുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. ഇവരെല്ലാം ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യനാണ്. ഇവർ പറയുന്നത് ഞങ്ങൾക്ക് BJP 100% അക്സെപ്റ്റഡ് ആണ്, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അവരുമായിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇസ്ലാമിക ഭീകരരുമായിട്ട് യോജിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ആ ടോപ്പിക്കിലോട്ട് വീണ്ടും വരുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ BJP വിജയിക്കാനും 2ാം സ്ഥാനത്തും വരാനുണ്ടാകുന്ന കാരണങ്ങൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പോയിന്റ് പറയാം. 3 സ്ഥലത്താണ് ഇലക്ഷൻ നടന്നത്. അതായത് കേരളത്തിൽ മുഴുവൻ, ഇന്ത്യയിൽ മുഴുവൻ ഇലക്ഷൻ നടന്നത്. അപ്പോൾ ഈ 3 സ്ഥലത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ BJPയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ചെയ്യേണ്ടത്, കാരണം ഇപ്പോൾ വയനാട് അവർക്ക് കേഡേഴ്സ് ഇല്ല. അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർ അവിടെ കൊണ്ടുവന്ന് അവർ ഓരോ വാർഡുകളായിട്ട് തിരിച്ച് ഈ പ്രചരണം നടത്തിയിരുന്നുവെങ്കിൽ അവിടെ മത്സരിച്ചിരുന്ന BJP കാൻഡിഡേറ്റ് എത്ര വോട്ട് പിടിച്ചേനെ? ഇതാണ് കേരളത്തിൻ്റെ BJP ലീഡർഷിപ്പിന് മനസ്സിലാകാത്ത. കാരണം മറ്റുള്ള കേഡേഴ്സിന് വർക്കില്ല, അവിടെ ഒന്നും ഇലക്ഷൻ നടക്കുന്നില്ല. അതേപോലെ ചേലക്കരയിൽ ഇതേ രീതിയിൽ മറ്റുള്ള ഭാഗത്തു നിന്ന് BJP കേഡേഴ്സിനെ കൊണ്ടുവന്ന് ക്യാമ്പ് ചെയ്യിപ്പിച്ച് അവിടെ പ്രചരണം നടത്തിയിരുന്നെങ്കിൽ എന്തായത്, എങ്ങനെ മാറിയേനെ? ഇതൊക്കെയാണ് CPM പലപ്പോഴും ചെയ്യുന്നത്. പാലക്കാട് നടത്താറുണ്ട്. ഇപ്പം ഈ ഉള്ള കോമ്പിനേഷൻ മുഴുവനും BJP എന്ന് പറയുന്ന സ്റ്റേറ്റ് ലീഡർഷിപ്പിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് പ്രധാന കാരണം. വയനാടൊക്കെ നല്ല ഫൈറ്റ് കൊടുത്ത് LDFന്റെ കാൻഡിഡേറ്റ് 3ാം സ്ഥാനം വളരെ പിറകിലോട്ട് പോയേനെ. സത്യൻ മുഖേരിക്ക് എത്ര വോട്ടാണ് കിട്ടിയത്? അവിടെയുള്ള CPMകാർ തന്നെ പ്രിയങ്കയെ ജയിപ്പിക്കാൻ തയ്യാറായി. കാരണം CPMനകത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരായ മുസ്ലിം കമ്മ്യൂണിറ്റി അവർ പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്ത്. പിന്നെ
മറ്റൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ. പണ്ട് പ്രിയങ്ക, രാഹുൽ, സോണിയ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇത് ഭയങ്കര സംഭവമാണ്. നെഹ്റു ഫാമിലി, ആ സാധനം അങ്ങ് എറോഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മനസ്സിലായി ഇത് പക്കാ കച്ചവടമാണ്. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യ ആണെങ്കിലും മഹാരാഷ്ട്ര ആണെങ്കിലും ഇവർക്കൊന്നും ഒരു വോട്ട് പിടിക്കാൻ വേണ്ടി ഒരു മാസ് ക്യാമ്പയിൻ നടത്താൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. കാരണം അവർക്ക് ഇവിടെ കിട്ടി. എന്താണ് ഈ നേതാക്കൻ, ഈ ഫാമിലിയുടെ ഉദ്ദേശം? അത് ഇന്നും കേരളത്തിൽ ഇവരെ വലിയ സംഭവമായിട്ട് കൊണ്ടു കിടക്കുന്ന മണ്ടന്മാരായ ക്രൈസ്തവ വോട്ടർമാർക്ക് ഇപ്രാവശ്യം പിടികിട്ടി. അബദ്ധമാണ് ഈ കാണിക്കുന്നത്. കാരണം അവർക്ക് ഇവിടെയുള്ള ഈ ഇന്ത്യയിലെ സമാധാനം വേണമെന്ന് അവർക്ക് താല്പര്യമില്ല. അവരുടെ ഒരേ ഒരു താല്പര്യം വോട്ട് ബാങ്കാണ്. പിന്നെ ഞാൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. 2026 ഇലക്ഷൻ വരുന്നു. ഇപ്രാവശ്യം നടന്ന വയനാടും പാലക്കാടും ചേലക്കര, അതായത് തൃശ്ശൂരിൻ്റെ ഭാഗം, പാലക്കാടിൻ്റെ ഭാഗം, വയനാടിൻ്റെ ഭാഗം. കേരളം മുഴുവനാണ് അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നത്. കേരളത്തിലെ ക്രൈസ്തവരുടെ വോട്ട് നിർണായകമായിരിക്കും. ഈ ഒരു നല്ല രീതിയിൽ BJPയിലൊരു വളരെ ഷാർപ്പായിട്ട് പലതും മുൻകൂട്ടി കണ്ട്, അതായത് ക്രൈസ്തവരെ ഉൾപ്പെടെയുള്ളവരെ കാൻഡിഡേറ്റ് ആയിട്ട് അവർ മുന്നോട്ട് വെച്ചാൽ, അതായത് എനിക്കറിയാവുന്ന പല കോൺഗ്രസ് നേതാക്കളും CPMൻ്റെ വർക്ക് ചെയ്യുന്ന പല നേതാക്കളും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് BJPയിൽ പോകാൻ താല്പര്യമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ലീഡർഷിപ്പുമായിട്ട് യോജിച്ച് പോകാൻ അവരെ കൊണ്ട് കഴിയില്ല. അതായത് നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത്, കാരണം ഇവർ വരാൻ തയ്യാറാണ്, ഇവർ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. കാരണം ഇവരൊക്കെ പൊതുപ്രവർത്തകരാണ്. അവർ സഹകരണ ബാങ്കിലും പഞ്ചായത്തിലും ജില്ലാ തലത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ, പൊതുപ്രവർത്തനം ചെയ്യുന്നവരാണ്. ഇവർക്ക് BJPയോട് സഹകരിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതൊക്കെ പോയി പൂർണ്ണമായിട്ടും. കാരണം അവനൊക്കെ പൊതുശത്രു എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരതയാണ്. കാരണം അപ്പുറത്ത് മലരും കുന്തിരിക്കും ഒക്കെ വെച്ച് എന്നിട്ട് പറയുന്ന മതേതരത്വം എന്ന് പറയുന്ന കേരളത്തിലെ എത്ര ശതമാനം ക്രിസ്ത്യാനികൾ വിശ്വസിക്കും? ഇപ്പം മൊനമ്പ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന പ്രീണനം ഇവിടെയുള്ള ക്രൈസ്തവർക്ക് വളരെ ഓപ്പണായിട്ട് കാണിച്ചു കൊടുത്തില്ലേ? മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു കക്ഷി വീണ്ടും കോൺഗ്രസുമായിട്ട് ചേർന്ന് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ പഴയ സംഭവം തിരിച്ചു വരികയാണ്. എല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ 2026 15-20 സീറ്റ് BJP പിടിക്കുവാണെങ്കിൽ ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല. അതാണ് ഞാൻ പറഞ്ഞ അധികാരം വരാനുള്ള സാധ്യത കുറവാണ്. അപ്പം ആ രീതിയിലുള്ള കോമ്പിനേഷനിൽ ക്രൈസ്തവരെ പൂർണ്ണമായിട്ടും കൂടെ നിർത്തണം. അതാണ് ഇവിടെ BJPയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ചെയ്യേണ്ടത്. ക്രൈസ്തവരുടെ ഇടയിലുള്ള ആൾക്കാരെ BJPയുടെ അകത്ത് കാൻഡിഡേറ്റായിട്ടും പ്രവർത്തകരായിട്ടും നേതാക്കളായിട്ടും കൊണ്ടുവരണം. വലിയ പേരുള്ളതിൻ്റെ അർത്ഥമൊന്നുമില്ല. CPMനകത്തോട് പല നേതാക്കന്മാരെന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് താല്പര്യമുണ്ടെന്ന് BJP പോകാൻ. അത് ക്രിസ്ത്യൻ മാത്രമല്ല, എത്രയോ ഹിന്ദുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ സീനിയറായിട്ടുള്ള നേതാക്കൾ. അത് അവിടെയാണ് BJP ഗെയിം പ്ലാൻ ചെയ്യേണ്ടത്. കാരണം ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നതിൽ വലിയൊരു ശതമാനം എനിക്കറിയാം CPM അനുഭാവികളാണ്. അവർ ഞാൻ ഈ പറയുന്ന മോദിയെ പറ്റി പറയുന്ന, ഇന്ത്യയുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നതൊക്കെ അവരൊക്കെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും. അവർക്ക് മോദിയോട് ഭയങ്കര താല്പര്യമാണ്, അവർക്ക് BJPയോട് താല്പര്യം. കാരണം അവരുടെ പാർട്ടിയും ഈ ലീഗിനെ, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ല്യൂർ ചെയ്യാൻ വേണ്ടി എപ്പോഴും ഇന്ത്യയെ താഴ്ത്തിക്കെട്ടുന്നത് കേരളത്തിലുള്ള CPM കേഡേഴ്സിന് ഇഷ്ടമല്ല. അപ്പോൾ പല ആൾക്കാരും എന്നോട് പറയാറുണ്ട് അവരുടെ മക്കളും കൊച്ചുമക്കളും അവരുടെ ബന്ധുക്കളൊക്കെ ഇന്ത്യൻ ആർമിയിൽ, ഇന്ത്യൻ CRPFലൊക്കെയാണ്. അവർ പല ഭാഗത്ത് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമാണ് കൺസേൺഡ്, അവർക്ക് പാകിസ്ഥാൻ രാജ്യമല്ല അവരുടെ കൺസേൺഡ്. ഇപ്പം എല്ലാവരുടെ അടിസ്ഥാനം ഇന്ത്യയാണ്. അപ്പം ഇന്ത്യയുടെ ദേശീയത ഇത്രമാത്രം കൊണ്ടുവരാൻ സാധിക്കുന്നത് BJPക്കും മോദിക്കും മാത്രമേ ഉള്ളൂ. അതൊരു ഷാർപ്പ് പോയിന്റാണ്. ഇതേ കയറി പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ BJP അധികാരത്തിൽ വരുമെന്നല്ല പറയുന്നത് 2026. പക്ഷെ BJP നിശ്ചയിക്കും ആരാണ് 2026 കേരളം ഭരിക്കേണ്ടത്. ആ ഒരു മാറ്റം കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായി, പ്രത്യേകിച്ച് ക്രൈസ്തവർ. അവർക്കൊരു പ്രശ്നവുമില്ല BJPയുമായിട്ട്. ഇതാണ് ഈ വീഡിയോയിലെ കട്ടിംഗ് എഡ്ജ് പോയിന്റ് എന്ന് പറയുന്നത്.